ആറളം ഫാമിലെ കാട്ടാന ശല്യം വലിയ സമ്മർദ്ദമാണ് കുട്ടികളിൽ ഉണ്ടാക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിൽ ഒന്ന് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ്. ഇവർക്ക് സ്കൂളിലേക്കൊന്നും പോകാൻ കഴിയാത്തത് ഒരു വലിയ പ്രശ്നമാണ് എന്ന്. കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നം വീഡിയോയിലൂടെ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ സ്വാതിലക്ഷ്മി മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ആറളം ഫാം ബ്ലോക്ക് 13 ചെറിയൊരു ചായക്കടയിലാണ്. നമ്മൾ തട്ടുകട എന്ന് പറയാം. അപ്പൊ നമുക്ക് ഈ ചേച്ചിനോട് ആറളം ഫാമിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്നൊക്കെ നമുക്ക് ചോദിക്കാം. എന്താണ് ഇവിടുത്തെ അവസ്ഥ? ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ പിന്നെ ആന ശല്യം കാരണം, മൃഗങ്ങളുടെ ശല്യം കാരണം നമുക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ആറളം ഫാമിൽ 2 പേരെ ആന ചവിട്ടിക്കൊന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥിയായ സ്വാതിലക്ഷ്മി അവതരിപ്പിച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളെല്ലാം തന്നെ വൈറലാണ്. സ്വാതിലക്ഷ്മി അതിലൂടെ പറയാൻ ശ്രമിച്ചത് ആദിവാസി മേഖലയിലുള്ള ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് അനുഭവിക്കുന്ന പ്രശ്നമാണ്. സ്വാതിലക്ഷ്മി, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇപ്പം? സ്കൂളിൽ പോകാൻ പറ്റൂല. പിന്നെ വീട്ടില് സ്കൂൾ വിട്ട് വരുമ്പം രക്ഷിതാക്കളെല്ലാം വഴിയിൽ നിൽക്കുന്നുണ്ടാവും. പിന്നെ സ്കൂൾ വിട്ട് കഴിയുമ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല, ആന വരുന്ന കാരണം. അപ്പൊ ആന നശിപ്പിച്ച 1 ഏക്കർ സ്ഥലത്തിലെ തെങ്ങുകളുണ്ടെങ്കിലും പകുതി ഏക്കറയും ആന പൊട്ടിച്ചിട്ട് നശിപ്പിച്ചിട്ടാണുള്ളത്. കൃഷിനെ കുറിച്ച് എന്താ പറയാ? കൃഷിയെ കുറിച്ചെന്ന് വെച്ചാൽ നമുക്കൊരു സാധനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഒരു വാഴയോ കപ്പയോ ഒരു കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഈ ആദ്യമുള്ള തെങ്ങാണെങ്കിലും മുഴുവനും വന്ന ആന മറിച്ച് എല്ലാം കളയുവാണ്. തെങ്ങുള്ള പറമ്പിലുള്ള വീടും ഷെഡൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പേടി തെങ്ങ് എങ്ങോട്ടാ മറിച്ചിടുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ മുറ്റത്തൊക്കെ മിക്ക ദിവസങ്ങളിലും ആന വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഒരു കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല. ആറളം ഫാമിൽ നിന്ന് സ്വാതിലക്ഷ്മി, മാതൃഭൂമി ന്യൂസ്.